ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 SSC GD എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ RPF കോൺസ്റ്റബിൾ എക്സാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In which year was the Badminton Association of India formed? ഏത് വർഷമാണ് ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്? ഏത് വർഷം എന്നറിയോ? ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം 1934 1934 ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. നമ്മുടെ ന്യൂഡൽഹിയാണ് ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1934 രൂപീകരിച്ചത്. ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞത് ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ രൂപീകരിച്ച വർഷം ഏതെന്ന് ചോദിക്കും. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ രൂപീകരിച്ച വർഷം അതും 1934 1934 നമ്മുടെ മലേഷ്യയിലെ കോലാലംപൂരാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. മലേഷ്യയിലെ കോലാലംപൂരാണ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1934 അതും രൂപീകരിച്ചത് കേട്ടോ. ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചതും 34 തന്നെയാണ്. അതേ 34 തന്നെയാണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ രൂപീകരിച്ചത്. പക്ഷേ രണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് രണ്ടിടത്താണല്ലേ. ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ന്യൂഡൽഹിയിലും, നമ്മുടെ വേൾഡ് ഫെഡറേഷൻ്റെ ബാഡ്മിൻ്റൺ ഹെഡ് ക്വാർട്ടേഴ്സ് മലേഷ്യയിലെ കോലാലംപൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ നമ്മുടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്നറിയോ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കോർട്ടിൻ്റെ ഒരു വീതിയും നീളമൊക്കെ എങ്ങനെയെന്നറിയാമോ? ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 13.4 മീറ്ററാണ്. എത്രയാണ് വിഡ്ത്ത്? 13.4 മീറ്ററാണ് ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വിഡ്ത്ത്. ഇനി അത് വിഡ്ത്ത് അല്ല, ലെങ്ത് ആണ് കേട്ടോ. ലെങ്ത് ആണ് 13.4. അതിന് വിഡ്ത്ത് വരുമ്പോൾ, നമ്മുടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ വിഡ്ത്ത് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ബാഡ്മിൻ്റൺ തന്നെ സിംഗിൾസും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് ഡബിൾസും ഉണ്ട് അല്ലേ. സിംഗിൾസും ഉണ്ട്, ഡബിൾസും ഉണ്ട്. സോ വിഡ്ത്ത് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. സിംഗിൾസിൻ്റെ വിഡ്ത്ത് വരുമ്പോൾ 5.18 മീറ്ററും ഡബിൾസ് വരുമ്പോൾ അത് 6.1 മീറ്ററും ആവും കേട്ടോ. അത് നോട്ട് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആക്ച്വലി ഒരു ബാഡ്മിൻ്റൺ കോർട്ടിന് ഡയമെൻഷൻ വരുമ്പോൾ ലെങ്ത് രണ്ടിനും, സിംഗിൾസിനും ഡബിൾസിനും കറക്റ്റ് ആണ്. എത്ര? 13.4 മീറ്ററാണ് ലെങ്ത്. പക്ഷേ വിഡ്ത്ത് വരുമ്പോൾ സിംഗിൾസിന് 5.18ഉം ഡബിൾസിന് 6.1 മീറ്ററുമാണ് എന്ത് പറഞ്ഞത്, വീതി വരുന്നത് കേട്ടോ, ഡയമെൻഷൻ നോക്കുമ്പോൾ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് ചോദിക്കാം, ഈ ഡയമെൻഷൻ സ്ഥിരമായി ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോട്ട് ചെയ്യുക. ഈ വർഷം ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിലൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദി വൈസ്രോയ് ഓഫ് ഇന്ത്യ വെൻ ആര്യ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി? ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആര്യ സമാജം നമ്മുടെ 1875 1875 സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇത്, ആര്യ സമാജ്. എവിടെയെന്ന് അറിയാമോ? ബോംബെയിൽ. ചോദിക്കും കേട്ടോ, എവിടെയാണ് ആര്യ സമാജ് രൂപീകരിച്ചത്? ബോംബെയിൽ. ഏത് വർഷം? 1875 1875 ബോംബെയിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇത്, ആര്യ സമാജ് എന്ന് പറയുന്നത്. ആ ആര്യ സമാജം രൂപീകരിക്കുന്ന സമയത്ത് ആരാണ് ഇന്ത്യയുടെ വൈസ്രോയി എന്നാണ് നമ്മുടെ ചോദ്യം. ആരെന്നറിയോ വൈസ്രോയി? ഓപ്ഷൻ ബി ലോർഡ് നോർത്ത് ബ്രോക്ക് ആയിരുന്നു
ഇന്ത്യയുടെ വൈസ്രോയി കേട്ടോ. 1875 1500 നോട്ട് ചെയ്ത് വെച്ചോ. ബോംബെ 1875 ആരാ ഫൗണ്ടർ? സ്വാമി ദയാനന്ദ സരസ്വതി. എന്തിന്റെ സ്ഥാപകൻ? ആര്യ സമാജിന്റെ സ്ഥാപകൻ. ആ സമയത്ത് വൈസ്രോയി ആരാ? ലോർഡ് നോർത്ത് ബ്രൂക്ക് ആണ് ആ സമയത്ത് എന്താണ് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡൽഹൌസി നോക്കി വെച്ചു. ഡൽഹൌസി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡൽഹൌസി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമം നമ്മുടെ 1848 1848 ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം എന്ന് ചോദിക്കും. ഹൂ ഇൻട്രൊഡ്യൂസ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? ആരാണ്? ലോർഡ് ഡൽഹൌസി. ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഏത്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1848 ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? ലോർഡ് ഡൽഹൌസി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റി ഈസ് ഫേമസ് ഫോർ കലംകാരി പെയിൻറ്റിങ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫോക്ക് പെയിൻറ്റിങ്ങിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഫോക്ക് പെയിൻറ്റിങ്. സോ നമുക്ക് ചിലപ്പോൾ ഈ വർഷം ഫോക്ക് പെയിൻറ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കലംകാരി എവിടെയെന്ന് അറിയാമോ? നമ്മുടെ കലംകാരി പെയിൻറ്റിങ് പറഞ്ഞത് നമ്മുടെ മസൂളി പട്ടണത്തിലാണ്. ആക്ച്വലി ഈ കലംകാരി പെയിൻറ്റിങ് എവിടുത്തെ പെയിൻറ്റിങ് എന്നറിയോ? നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ് ഏത്? ഈ കലംകാരി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഏത് സിറ്റിയിലാണ്? മസൂളി പട്ടണത്തിലാണ് കലംകാരി പെയിൻറ്റിങ്സ് വരുന്നത്. എവിടെയാണ്? മസൂളി പട്ടണം. ഏത് സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശ്. ഇനി അതുപോലെ ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഫോക്ക് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്ക് പെയിൻ്റ് ആണ് മധുബാനി എന്ന് പറയും. മധുബാനി പെയിൻറ്റിങ് എവിടത്തെ ചോദിക്കും? മധുബാനി പെയിൻറ്റിങ് നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബീഹാർ നേപ്പാൾ റീജിയനിൽ കേട്ടോ, ബീഹാർ നേപ്പാൾ റീജിയനിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഇത് മധുബാനി പെയിൻറ്റിങ് എന്ന് പറയുന്നത്. എവിടെയാണ്? ബീഹാർ നേപ്പാൾ റീജിയനിലാണ് മധുബാനി പെയിൻറ്റിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓർത്ത് വെച്ചോ, ബീഹാറാണ്. അതുപോലെ ഒരു പെയിൻറ്റിംഗ് ആണ് പദചിത്ര എന്ന് പറയുന്നത്. പദചിത്ര നമ്മളെ ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ് പദചിത്ര. എവിടെയാണ് പദചിത്ര? ഒഡീഷ. അതുപോലെ വാർലി പെയിൻറ്റിങ് എവിടത്തേന്ന് ചോദിക്കും? മഹാരാഷ്ട്ര. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഇത് വാർലി. അതുപോലെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പാട് പെയിൻറ്റിങ്. എവിടെയാണ് പാട് പെയിൻറ്റിങ്? രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് പെയിൻറ്റിംഗ് ആണ് ഇത് പാട് പെയിൻറ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഫോക്ക് പെയിൻറ്റിങ്? ആന്ധ്രാപ്രദേശിൽ കലംകാരി, ബീഹാറിൽ ഏതാണ്? മധുബാനി, ഒഡീഷയിൽ പദചിത്ര, മഹാരാഷ്ട്രയിൽ വാർലി, രാജസ്ഥാൻ്റെ ഫോക്ക് പെയിൻറ്റ് പേര് ഏതാണ്? പാട് പെയിൻറ്റിങ്. പാട് എവിടെയാണ്? രാജസ്ഥാൻ്റെ എന്താണ് ഫോക്ക് പെയിൻറ്റ് പേര്? എന്താണ്? പാട് പെയിൻറ്റിങ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പെയിൻറ്റ് ഈ വർഷം എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. സോ കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇത്തവണ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഫോക്ക് പെയിൻറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പോർട്സ് റിലേറ്റഡ് ടു സുധർമാൻ കപ്പ്? നമ്മുടെ ഈ സ്പോർട്സിലെ കപ്പുകളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് അതിനൊരു ക്വസ്റ്റ്യൻ കിട്ടും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കപ്പുകളൊക്കെ. സോ ഇതിൽ സുധർമാൻ കപ്പ് ഏത് ഗെയിം എന്നറിയോ? നമ്മുടെ ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ് സുധർമാൻ കപ്പ് എന്ന് പറയുന്നത്. ഈ ബാഡ്മിൻ്റണിൽ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാണ് തോമസ് കപ്പും അതുപോലെ ഒന്നാണ് ഊബർ കപ്പ്. രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എന്താണ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകളാണ് തോമസ് കപ്പും ഊബർ കപ്പും. ഇതിൽ തോമസ് മെൻസ് ബാഡ്മിൻ്റനും ഊബർ കപ്പ് വുമൺസ് ബാഡ്മിൻ്റനുമാണ് കേട്ടോ. മെൻസും വുമൺസും കേട്ടോ. മെൻസ് ബാഡ്മിൻ്റനാണ് ഏത്? തോമസ് കപ്പ്. വുമൺസ് ബാഡ്മിൻ്റൺ കപ്പാണ് ഏത്?
ഊബർ കപ്പ്. കേട്ടോ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദിക്കും മെൻസ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഏത്? തോമസ്. അതുപോലെ വുമൺസ് ബാഡ്മിൻ്റൺ ഏതാണ്? ഊബർ. അതുപോലെ എനിക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര വർഷം കൂടുമ്പോഴാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്? ഈ തോമസ് കപ്പും ഊബർ കപ്പും 2 വർഷങ്ങൾ കൂടുമ്പോൾ, 2 years, 2 വർഷങ്ങൾ കൂടുമ്പോഴാണ് തോമസ് കപ്പും ഊബർ കപ്പും നടക്കുന്നത്. അതിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കണ്ട, തോമസ് ഒരു പുരുഷന്റെ പേരില്ലേ, മെൻ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഊബർ കപ്പ് വുമൻസ്. കേട്ടോ, തോമസ് പുരുഷന്റെ പേര്. അപ്പം മെൻസ് ബാഡ്മിൻ്റൺ തോമസ് കപ്പ്, ഊബർ കപ്പ് ആരാണ്? വുമൻസ് ബാഡ്മിൻ്റൺ. എത്ര വർഷം കൂടുമ്പോഴാണ്? 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അതുപോലെ മറ്റൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ് ഇത് സുധർമാൻ കപ്പ് എന്ന് പറയുന്നത്. അതും ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ആണ്. ഓക്കെ, അഥവാ ഈ ഒരു ടൈപ്പ് കേട്ടോ, ഈ സ്പോർട്സ് കപ്പുകൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ആ ഒരു പാറ്റേണിൽ നിന്ന് എന്ത് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ കിട്ടും സ്പോർട്സിൽ നിന്ന് കേട്ടോ. നമ്മൾ നേരത്തെ ബാഡ്മിൻ്റൻ്റെ ഡയമെൻഷനൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? അല്ലേ, ലെങ്തും ബ്രെത്തും ഒക്കെ പഠിച്ചാണ് അല്ലേ? ലെങ്ത് എത്രയാണ്? 13.4 മീറ്ററും. വിട്ട് വരുമ്പോൾ സിംഗിൾസിന് 5.18ഉം ഡബിൾസിന് എത്രയാ? 6.1ഉമാണ് വിട്ട് വരുന്നത് അല്ലേ. ലെങ്ത് എല്ലാത്തിനും ഒരേ ലെങ്ത് തന്നെയാണ്, 13.4 മീറ്ററാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദി ഫസ്റ്റ് കോട്ടൺ മിൽ അറ്റ് ബോംബെ എസ്റ്റാബ്ലിഷ്ഡ്? ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ കോട്ടൺ മില്ല് സ്ഥാപിച്ചത്? കോട്ടൺ മിൽ സ്ഥാപിച്ച എവിടെ തന്നിട്ടുണ്ട്? ബോംബെ. വർഷമാണ് അവർ ചോദിച്ചല്ലേ, ഇൻ വിച്ച് ഇയർ. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു കോട്ടൺ മിൽ സ്ഥാപിച്ചത് ശരിക്കും ബോംബെയിലല്ല. അത് 1818 വെസ്റ്റ് ബംഗാളിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ, വെസ്റ്റ് ബംഗാളിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ എന്നൊരു, വെസ്റ്റ് ബംഗാളിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ എന്ന സ്ഥലത്താണ് ആദ്യത്തെ എന്ത് സ്ഥാപിച്ചത്? ആദ്യത്തെ തുണിമില്ല് സ്ഥാപിച്ചത് വർഷം 1818. ഇതെവിടെയാ? വെസ്റ്റ് ബംഗാളല്ല പറഞ്ഞത്, വെസ്റ്റ് ബംഗാളിലാണിത്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു. സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത കേട്ടോ, വിജയകരമായി സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ കോട്ടൺ മില്ലാണ് ബോംബെയിൽ. വർഷം 1854, 1854 ഇന്ത്യയിൽ ആദ്യത്തെ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോട്ടൺ മില്ല് സ്ഥാപിക്കുന്നത് എവിടെയാ? ബോംബെ. അതുകൊണ്ടാണ് ബോംബെക്ക് ഒരു പേരുണ്ട്, കോട്ടൺ വെച്ച്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന സിറ്റി. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് നോൺ ആസ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ബോംബെയാണ്. കാരണം ബോംബെയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സക്സസ്ഫുള്ളി വല്ല കോട്ടൺ മില്ല് സ്ഥാപിച്ചത്. ഏത് വർഷം? 1854. അതുപോലെ നമ്മുടെ ഈ കോട്ടൺ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫൈബറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജൂട്ട് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും ജൂട്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് നമ്മുടെ വെസ്റ്റ് ബംഗാളാണ് അല്ലേ. ഈ വെസ്റ്റ് ബംഗാളിലാണ് 1855, അതായത് കോട്ടൺ 54, 1950 തൊട്ടടുത്ത വർഷം 55 ഫസ്റ്റ് ജൂട്ട് ഫാക്ടറി വരുന്നത് എവിടെയെന്നറിയോ? വെസ്റ്റ് ബംഗാളിലെ റിഷ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ജൂട്ട് ഫാക്ടറി ഇൻ ഇന്ത്യ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ റിഷ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് ഫാക്ടറി. ഏത് വർഷം? 1855. അപ്പോൾ 54 ആദ്യത്തെ കോട്ടൺ മില്ലും 55 ആദ്യത്തെ എന്താണ്? ജൂട്ട് മില്ല്. ഏത് വർഷം? 1855. എവിടെ? റിഷ്രയിലാണ് ആദ്യത്തെ ജൂട്ട് മില്ല് സ്ഥാപിച്ചത്. എവിടെയാണ് റിഷ്ര? വെസ്റ്റ് ബംഗാളിലാണ് റിഷ്ര സ്ഥിതി ചെയ്യുന്നത്. 1855 രൂപീകരിച്ചത് കേട്ടോ. അപ്പം 54 ഫസ്റ്റ് കോട്ടൺ മില്ല്, 55 ആദ്യത്തെ ജൂട്ട് മില്ല്. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, പ്രവറ, മഞ്ചിര ആൻഡ് മാനർ ആർ ദ ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് റിവർ? ഏത് നദിയുടെ പോഷക നദികളാണ് ഇവർ? നമ്മൾ ഓൾറെഡി പെനിൻസുലാർ റിവറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പെനിൻസുലാറിൽ തന്നെ ഒരു റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണ് ഇവർ. ഏത് റിവർ എന്നറിയോ? നമ്മുടെ മഞ്ചീര, മാനറക്ക ആരുടെയാടാ? ഗോദാവരിയുടെ പോഷക നദികളാണ് അല്ലേ. ഗോദാവരി അല്ലേ. ഏതൊക്കെയായിരുന്നു? വർദ്ധ അല്ലേ, പെൻഗംഗ, വെൻഗംഗ, then പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി അല്ലേ. ഇതൊക്കെയായിരുന്നു ആരുടെ പോഷക നദികൾ?
നമ്മുടെ ഗോദാവരിയുടെ പോഷക നദികൾ അല്ലേ. സോ ആ കൂട്ടത്തിൽ മഞ്ചീരയും മാനാറൊക്കെ ഉള്ളതാണ് അല്ലേ. സോ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഈ പറഞ്ഞത്. സോ ആ ക്ലാസ് ആ വീഡിയോ കണ്ട നോട്ട് എഴുതി റിവർ സിസ്റ്റം നന്നായിട്ട് പഠിച്ചു. എക്സാമിന് ഉറപ്പായിട്ട് എന്തെന്ന് ക്വസ്റ്റ്യൻ കാണും, റിവർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണും. സോ പെനിൻസുലാർ റിവറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നോട്ട് എഴുതി ട്രിബ്യൂട്ടറീസ് ഒക്കെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ഉറപ്പായിട്ടും എന്ത് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ റിവറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫൗണ്ടഡ്? ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം 1925 ഡിസംബർ 26-നാണ്. ഡിസംബർ നല്ല പരിചയമുള്ളൊരു വർഷമാണ് അല്ലേ ഡിസംബർ എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഡിസംബർ 28, 1885 ഏത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം അല്ലേ. INC രൂപീകരിച്ച വർഷം ഏടാ? 1885 ഡിസംബർ 28 അല്ലേ. ഇനി നമ്മുടെ ഡിസംബർ 30, 1906 വേറൊരു സംഘടനയുണ്ട്. ഏതാ? നമ്മുടെ മുസ്ലിം ലീഗ് അല്ലേ. മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം ഏത് വർഷം? 1906 ഡിസംബർ 30 അല്ലെ. 1906 ഡിസംബർ 30-നാണ് എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം അല്ലേ. അപ്പോൾ വേണ്ട തന്നെ. അതുപോലെ 1925 ഡിസംബർ 26-ന് ഏത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം. ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏത് വർഷം? 1925 ഡിസംബർ 26-നാണ്. അതും രൂപീകരിച്ച സ്ഥലം കാൺപൂരാണ് കേട്ടോ. കാൺപൂരിലാണ് 1925 ഡിസംബർ 26-ന് രൂപീകരിച്ചത്. അതിൻ്റെ ഫൗണ്ടറിൽ വരുന്ന ഒരാളാണ് നമ്മുടെ MN റോയ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ സ്ഥാപകൻ ആരാണ്? MN റോയ് ആണ്. നമ്മുടെ MN റോയ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. 1925 ഡിസംബർ 26-നാണ് രൂപീകരിച്ചത് കേട്ടോ. ആരാ സ്ഥാപകൻ? MN റോയ് ആണ് സ്ഥാപകൻ. എവിടെയാണ് രൂപീകരിച്ചത്? കാൺപൂരാണ് രൂപീകരിച്ചത്. എവിടെയാണ് രൂപീകരിച്ചത്? കാൺപൂരാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? ബോംബെയിലായിരുന്നു അല്ലേ. ബോംബെയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഏത് വർഷം? 1885-ലാണ് രൂപീകരിച്ചത്. ഫൗണ്ടർ ആരാ? നമ്മുടെ AO ഹ്യൂമാണ് അല്ലേ. AO ഹ്യൂമാണ് INCയുടെ സ്ഥാപകൻ. അതുപോലെ മുസ്ലിം ലീഗ് എവിടെയാണ് രൂപീകരിച്ച സ്ഥലം ധാക്ക, ഇന്നത്തെ നമ്മുടെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായ ധാക്കയിലാണ് രൂപീകരിച്ചത്. ഫൗണ്ടേഴ്സ് ആരൊക്കെയാ? അഗാഖാനും നവാബ് സലീമുള്ളയും അഗാഖാനുമാണ് എന്തിൻ്റെ സ്ഥാപകർ? മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ. 1906 ഡിസംബർ 30. സോ 3 ഡിസംബർ മാസത്തിലാണ് രൂപീകരിച്ചത്. സോ അത് 3 അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. പക്ഷെ 3 പർട്ടിക്കുലർ വർഷങ്ങളിലാണ് രൂപീകരിച്ചത്. ഓക്കെ, ഇതിനടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് കിങ് ഓഫ് ചണ്ടേല ഡൈനാസ്റ്റി കൺസ്ട്രക്റ്റഡ് ദി കാണ്ടറിയ മഹാദേവ ടെമ്പിൾ? ഈ കാണ്ടറിയ മഹാദേവ ക്ഷേത്രം എവിടെ ഇരിക്കുന്നത്? നമ്മൾ ടെമ്പിൾസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെങ്കിൽ ഈ ക്ഷേത്രത്തെ കാണാൻ പറ്റിയേനെ. കാണ്ടറിയ മഹാദേവ ക്ഷേത്രം, കാണ്ടറിയ ശിവക്ഷേത്രം എവിടെയാണ്? നമ്മുടെ ഖജുറാവോ ടെമ്പിൾസിലാണ് അല്ലേ. ഖജുറാവോ ക്ഷേത്രങ്ങൾ അല്ലേ, ഖജുറാവോ ടെമ്പിൾസ് എവിടെയാ? മധ്യപ്രദേശ് അല്ലേ. നമ്മുടെ മധ്യപ്രദേശിലെ ഖജുറാവോ ക്ഷേത്രങ്ങളുടെ ഭാഗമാണ്. അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് ഇത്, കാണ്ടറിയ മഹാദേവ ക്ഷേത്രം. അത് കെട്ടിയത് ചണ്ടേല ഡൈനാസ്റ്റിക്കാരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കാണ്ടറിയ നമ്മുടെ ഈ ഖജുറാവോ ക്ഷേത്രങ്ങളൊക്കെ കിട്ടിയത് ആരാണ്? ചണ്ടേല ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാണ്. ആ വംശത്തിലെ ദംഗദേവ എന്ന് പറയുന്ന രാജാവാണ് കാണ്ടരി ക്ഷേത്രം ബിൽഡ് ചെയ്തത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? ചണ്ടേല വംശത്തിലെ ഏത് രാജാവാണ്
കാണ്ടറിയ മഹാദേവ ക്ഷേത്രം കെട്ടിയെന്ന് ചോദിച്ചാൽ ദങ്കദേവനാണ് എന്ത് കെട്ടിയത്? കാണ്ടറിയ മഹാദേവ ക്ഷേത്രം ബിൽഡ് ചെയ്തത്. കേട്ടോ, അത് ഏത് ഡൈനാസ്റ്റി? ഫ്രം ചണ്ടേല ഡൈനാസ്റ്റി. നമ്മുടെ യുനെസ്കോയുടെയൊക്കെ അല്ലേ, യുനെസ്കോയുടെയൊക്കെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏത്? ഈ ഖജുറാഹോ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അത് കെട്ടിയ രാജാവ്, അത് മീൻസ് കാണ്ടറിയ മഹാദേവ ക്ഷേത്രം കെട്ടിയ രാജാവ് ആരാ? ദങ്കദേവൻ എന്ന് പറയുന്ന ഈ ഒരു രാജാവാണ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു റോട്ട് ദി ബുക്ക് ദ ഗോൾഡൻ ബൂട്ട്? ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ആരുടെ ബുക്കാണ്? സോ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു ബുക്കാണ് ഏത്? ദ ഗോൾഡൻ ബൂട്ട്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഗോൾഡൻ ബൂട്ട്. സോ ടാഗോറിന്റെ കുറച്ച് ബുക്സ് നമുക്ക് എഴുതാം. ബുക്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടാഗോറിന്റെ ബുക്കുകൾ ചോദിക്കും. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ബുക്കാണ് നമ്മുടെ ഗീതാഞ്ജലി. 1910 രവീന്ദ്രനാഥ് ടാഗോർ പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഏത്? ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 1913 ഈ ബുക്കിന് 1913 എന്ത് ലഭിച്ചു? ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിച്ചൊരു ബുക്കാണ് അല്ലേ. ചോദിക്കും, രവീന്ദ്രനാഥ് ടാഗോറിന് ഏത് ബുക്കിനാണ് നൊബൽ പ്രൈസ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏത് ബുക്കിനാണ്? ഗീതാഞ്ജലിക്കാണ്. 1913 നൊബൽ പ്രൈസ് ലഭിച്ചത്. ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോഴാണ് 1910 13 എന്ത് ലഭിച്ചു? നൊബൽ പ്രൈസ് ലഭിച്ചു. അതുപോലെ മറ്റ് ബുക്കുകൾ നോക്കാം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റ് ബുക്കുകളാണ് ഒന്ന് ഗോറ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗോറ, അതുപോലെ തന്നെ ദ പോസ്റ്റ് ഓഫീസ്, ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ് ദ പോസ്റ്റ് ഓഫീസ്. അതുപോലെ തന്നെ ദ പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ ദ ഗാർഡനർ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആരുടെയാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കുകൾ. ഏതൊക്കെയാണ്? ഗീതാഞ്ജലി, ഗോറ, ദ പോസ്റ്റ് ഓഫീസ്, ദ പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ ദ ഗാർഡനർ, ദ ഗോൾഡൻ ബോട്ട്. ഇതൊക്കെ ആരുടെ ബുക്കാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രധാനപ്പെട്ട എന്താണ്? വർക്സുകളാണ്. അതുപോലെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറെ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ 1901 ഒരു സ്കൂള് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ആരംഭിച്ചു അല്ലേ. ഏതാ? നമ്മുടെ ശാന്തി നികേതൻ. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ശാന്തി നികേതന്റെ സ്ഥാപകൻ എന്ന് ചോദിക്കും. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ഏത് വർഷം ചോദിച്ചാൽ 1901 രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച എന്താണ് സ്കൂളാണ് ഏത്? ശാന്തി നികേതൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായി എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ശാന്തി നികേതനെ പറ്റി. ഓക്കെ, ദെൻ നമ്മുടെ പ്രേംചന്ദ്, ഇദ്ദേഹവും ഇടയ്ക്കൊക്കെ എക്സാമിന് 2-3 എക്സാമിന് കണ്ടിട്ടുണ്ട്. പ്രേംചന്ദിന്റെ ബുക്കുകൾ കേട്ടോ. ഈ പ്രേംചന്ദ് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഗൂഡൻ എന്ന് പറയുന്നത്. ചോദിക്കും കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗൂഡൻ. അതുപോലെ മറ്റൊന്നാണ് മൻസരോവർ. ഇതൊരു കഴിഞ്ഞ വർഷം SSC എക്സാം ചോദിച്ചാണ്. മൻസരോവർ ആരുടെ ബുക്കാണ്? മൻസരോവർ ആരുടെയാണ്? നമ്മുടെ പ്രേംചന്ദ് എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്ക്. അതിന് 3-ാമത്തെ കർമ്മഭൂമി കേട്ടോ. പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഗൂഡാൻ, മൻസരോവർ, അതുപോലെ തന്നെ കർമ്മഭൂമി. ഇതൊക്കെ ആരുടെ ബുക്കാണ്? നമ്മുടെ പ്രേംചന്ദ്. ഓപ്ഷൻ ഡി, പ്രേംചന്ദ് എഴുതിയ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ബുക്കുകളൊക്കെ എസ്പെഷ്യലി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കുകൾ സ്ഥിരമായി എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. എല്ലാ സീരിയസ് ലെസ്റ്റിലെ ഏതെങ്കിലും എക്സാമിനൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം. അതുപോലെ ഗീതാഞ്ജലിക്ക് നൊബൽ പ്രൈസ് കിട്ടിയത് ഏത് വർഷം ചോദിച്ചാൽ 1913 നൊബൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന് ഏത് കൃതിക്ക്? ഗീതാഞ്ജലിക്ക് ലഭിച്ചത് ഏത് വർഷമാണ്? 1913. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, അൺലൈക്ക് സം അതർ ഹാരപ്പൻ സിറ്റീസ്, ഡോളാവീര വാസ് ഡിവൈഡഡ് ഇൻടു ഡാഷ് പാർട്സ് വിത്ത് ഈച്ച് പാർട്ട് സറൗണ്ടഡ് ബൈ മാസീവ് സ്റ്റോൺ വാൾസ്. അത് നമുക്ക് നോർമലി അറിയാം. ഹാരപ്പൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റുകളാണല്ലേ. അപ്പോൾ നമ്മളുടെ ടൗൺ പ്ലാനിങ് പഠിച്ചപ്പോൾ, ടൗണുകൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ടൗണിന് 2 പാർട്ടുകളാണ് നോർമലി ഉള്ളത്. പക്ഷേ ഡോളാവീര എവിടെ? നമ്മുടെ ഗുജറാത്തിൽ അല്ലേ. നമ്മുടെ ഗുജറാത്തിലെ, അതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ആര്? ഗുജറാത്തിലെ സൈറ്റ്?
ഈ ഡോളാവീര. ഈ ഡോളാവീരയ്ക്ക് മാത്രം എത്ര എന്നറിയാമോടാ? 3 പാർട്സ് ഉണ്ട്. കാരണം നോർമലി എല്ലായിടത്തും 2 പാർട്ടാണെങ്കിൽ 2 ടൗൺ ആണെങ്കിൽ ഡോളാവീരയ്ക്ക് മാത്രം എത്ര ടൗൺ വന്നു? 3 ടൗണ് ഉണ്ടായിരുന്നു. എത്ര ടൗൺ ഉണ്ടായിരുന്നു? 3 ടൗണ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഡോളാവീരയ്ക്ക്. ഇനി അതുപോലെ തന്നെ നോർമലി ഒറ്റ ടൗണുള്ള സൈറ്റ് ഏതാ? ഒറ്റ ടൗൺ, അതായത് നമ്മുടെ സിഡാഡൽ ഇല്ലാതിരുന്ന ഒരു സൈറ്റ്, വിത്തൗട്ട് സിഡാഡൽ. അതേ സൈറ്റിലായിരുന്നു വിത്തൗട്ട് സിഡാഡൽ നമ്മുടെ പാകിസ്ഥാനിലെ ചാൻഹു ദാരയായിരുന്നു അല്ലേ? നമ്മുടെ പാകിസ്ഥാനിലെ ചാൻഹു ദാരോ അല്ലേ? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാനിലെ ചാൻഹു ദാരോ എന്ന സൈറ്റിൽ എന്തില്ല? വിത്തൗട്ട് സിഡാഡൽ. സിഡാഡൽ ഇല്ലാത്ത ഒരേ ഒരു സൈറ്റ് ആയിരുന്നു ഏത്? പാകിസ്ഥാനിലെ ചാൻഹു ദാര എന്ന് പറയുന്ന സൈറ്റ്. അപ്പോൾ ബാക്കി നോർമലി എല്ലായിടത്തും 2 ടൗൺ വെച്ചുണ്ടായിരുന്നു. പക്ഷേ ഡോളാവീരയിൽ 3 ടൗൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഡോളാവീര എന്ന് പറഞ്ഞാൽ പ്രധാനമായും ധാരാളം റിസർവെയറുകൾ കണ്ടെത്തിയ ഒരു സൈറ്റാണ് അല്ലേ? റിസർവെയർ, വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം കണ്ടെത്തിയ ഒരു സൈറ്റായിരുന്നു ഏത്? നമ്മുടെ ഈ പറയുന്ന സൈറ്റ്, ഈ നമ്മുടെ ധോളാവീര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് യുനെസ്കോയുടെ തന്നെ എന്താണ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കൂടി ഇടം നേടിയ ഒരു സൈറ്റായിരുന്നു ഏത്? ഈ പറയുന്ന. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇൻകോർപ്പറേറ്റഡ്? അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റീൽ കമ്പനിയാണ് ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. അത് രൂപീകരിച്ച വർഷം 1907 അല്ലേ? നമ്മുടെ 1907 എവിടെയാ? ജംഷഡ്പൂർ, നമ്മുടെ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ. ഏത് ടാറ്റ? ജംഷഡ്ജി ടാറ്റ അല്ലേ? നമ്മുടെ ജംഷഡ്ജി ടാറ്റ 1907 ജംഷഡ്പൂർ, ദ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, സ്റ്റീൽ നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിൽ 1907 രൂപീകരിച്ച പവർ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ കമ്പനിയാണ് ഏത്? ടാറ്റ കമ്പനി. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഇനിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് രൂപീകരിച്ചത്? ജംഷഡ്പൂരിലാണ്. ഏത് വർഷം? 1907. ജംഷഡ്പൂർ എവിടെയാ? നമ്മുടെ ജാർഖണ്ഡിലാണ് വരുന്നത്. 1907 ഇതെന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അതുപോലെ നമ്മുടെ ഇതിപ്പോൾ നമുക്കറിയാം ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അല്ലേ? നമ്മുടെ ഗവൺമെൻറ് കീഴിൽ വരുന്നത്, അത് നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ്, സ്റ്റീൽ അതോറിറ്റിയാണ് ഏത്? സ്ഥാപനമാണ് ഏത്? സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട 1-2 പ്ലാന്റ് ഉണ്ട് അല്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു 4 പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് പരിചയമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഏതൊക്കെയാണ്? ഒന്ന് ബിലായി. ബിലായി എവിടെയാ? ഈ സ്റ്റേറ്റിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് ഇരിക്കുന്നത്? നമ്മുടെ ഛത്തീസ്ഗഡിലാണ് അല്ലേ? ഛത്തീസ്ഗഡ് അല്ലേ? ഛത്തീസ്ഗഡിലാണ് എന്തിരിക്കുന്നത്? ബിലായി. ദെൻ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാ? ബൊക്കാറോ, ജാർഖണ്ഡ്, നമ്മുടെ ജാർഖണ്ഡിലാണ് ബൊക്കാറോ. ദെൻ ദുർഗാപൂർ, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാ? വെസ്റ്റ് ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞത്. ദെൻ 4മത്തത് റൂർക്കേല, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? റൂർക്കേല പറഞ്ഞത് നമ്മുടെ ഒഡീഷയിൽ അല്ലെ? ഒഡീഷയിൽ. അതായത് നമ്മുടെ സെയിലിൻ്റെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന 4 പ്ലാന്റുകളാണ് ബിലായി, ബൊക്കാറോ, ദുർഗാപൂർ, റൂർക്കേല. അതിൽ ബിലായി പറഞ്ഞത് ഛത്തീസ്ഗഡിലും ബൊക്കാറോ പറഞ്ഞത് ജാർഖണ്ഡിൽ. ഇതിൽ ബിലായിയും നമ്മുടെ ബൊക്കാറയും, അതായത് നമ്മുടെ ഈ 2 പ്ലാന്റും ബിലായും ബൊക്കാറയും നമ്മുടെ USSR, സോവിയറ്റ് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ കെട്ടിയ 2 സ്റ്റീൽ പ്ലാന്റുകൾ. അതുപോലെ ദുർഗാപൂർ ആണെങ്കിലും UKയുടെ, ബ്രിട്ടന്റെ സഹായത്തോടെ, അതുപോലെ റൂർക്കേല ആണെങ്കിൽ ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യ കെട്ടിയ കേട്ടോ. ചോദിക്കും വിത്ത് ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി, ഏത് കൺട്രി എന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്യുക കേട്ടോ. ബിലായും ബൊക്കേറയും, ബി വെച്ച് തുടങ്ങുന്ന 2, ബിലായും ബൊക്കേറയും USSR, സോവിയറ്റ് റഷ്യയും. എന്നാൽ നമ്മുടെ ഏത് ദുർഗാപൂർ പറഞ്ഞത്, ദുർഗാപൂർ ആരാ? ദുർഗാപൂർ നമ്മുടെ UK, ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ. ദെൻ നമ്മുടെ ഒഡീഷയിൽ റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടി കെട്ടിയ സ്റ്റീൽ പ്ലാന്റും ആണ്. ഓക്കെ, എക്സാം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ സ്റ്റീൽ പ്ലാന്റുകൾ. അതിൽ ഫസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കെട്ടിയത് ടിസ്കോയാണ്, 1907. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഉമാനന്ദ ഈസ് ആൻ ഡാഷ് ഇൻ ആസാം.
ആസാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ ഐലൻഡ്, ശ്രദ്ധിക്കണം, ഐലൻഡ് ആണ്. എന്ത് ഐലൻഡാ? റിവർ ഐലൻഡ് ആണ്. ആസാമിലെ ഒരു പ്രധാനപ്പെട്ട റിവർ ഐലൻഡ് ആണ് ഇത്, ഉമാനന്ദ എന്ന് പറയും. ഉമാനന്ദ ഐലൻഡ്. എന്ത് ഐലൻഡ്? റിവർ ഐലൻഡ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ ഐലൻഡ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് റിവർ ഐലൻഡ് ആണ് ആര്? ഉമാനന്ദ കേട്ടോ. ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ ഐലൻഡ് ആരും ചോദിച്ചാൽ ആരാണ്? ഉമാനന്ദ ഐലൻഡ് ആണ്. നമ്മുടെ ആസാമിൽ, എവിടെ ഇരിക്കുന്ന? ആസാമിൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മപുത്ര കേട്ടോ. ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഉമാനന്ദ. ഉമാനന്ദയ്ക്ക് വേറൊരു പേരുണ്ട്. ഉമാനന്ദ ഈസ് ഓൾസോ നോൺ ആസ് പീക്കോക്ക് ഐലൻഡ് എന്നും പറയും. പീക്കോക്ക് ഐലൻഡ് കേട്ടോ. ഉമാനന്ദ ഐലൻഡ് അഥവാ പീക്കോക്ക് ഐലൻഡ് ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ ഐലൻഡ് ആണ് ആര്? ഉമാനന്ദ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പിൾ ഉണ്ട് കേട്ടോ, ഉമാനന്ദ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഉമാനന്ദ ടെമ്പിൾ. ഉമാനന്ദ ടെമ്പിൾ ഏത് സ്റ്റേറ്റിലാണ്? എവിടെയാണ്? ആസാമിലാണ്. ഈ ദ്വീപിലാണ് ഇരിക്കുന്ന. ഈ ദ്വീപിന്റെ വേറൊരു പേരാണ് പീക്കോക്ക് ഐലൻഡ് എന്ന് പറയും. ഏത് റിവറിൽ? ബ്രഹ്മപുത്ര. ലോകത്തിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ്. ഇനി ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റും ഇതേ ബ്രഹ്മപുത്രയിൽ, ഇതേ ആസാമിൽ തന്നെയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ഐലൻഡ് ആര്? മാജുലി അല്ലേ. ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് എന്ന് പറയുന്നതും ആസാമിൽ തന്നെയാണ്. ഏതാ? മജുലി റിവർ ഐലൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് എന്ന് പറയുന്നത് കേട്ടാ. ഇവിടെ അതും ബ്രഹ്മപുത്രയിലാണ്. അപ്പം ബ്രഹ്മപുത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡും ലോകത്തിലെ ഏറ്റവും ചെറിയ റിവർ ഐലൻഡും വരുന്നത്. ഏറ്റവും വലുത് മാജുലി, ഏറ്റവും ചെറുത് പീക്കോക്ക് ഐലൻഡ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഉമാനന്ദ ഐലൻഡ് എന്ന് പറയും. ഓക്കെ, എവിടെയാ? അസ്സാമിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സിസിർ കുമാർ ഘോഷ് ഫൗണ്ടഡ് ഡേഷ് ഇൻ 1875. 1875 ഏത് സംഘടനയാണ് ശിശിർ കുമാർ ഘോഷ് രൂപീകരിച്ചത്? ഏത് സംഘടന ഇതിൽ? ഓപ്ഷൻ എ ഇന്ത്യൻ ലീഗ് ആണ്. ഇന്ത്യൻ ലീഗ് 1875. അപ്പോൾ അടുത്ത എക്സാം ചോദിക്കുക ഏത് വർഷമായിരിക്കും ഇന്ത്യൻ ലീഗ് രൂപീകരിച്ചതെന്ന് ചോദിക്കുക. ഏത് വർഷം? 1875. അല്ലെങ്കിൽ ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ലീഗ് എന്ന് ചോദിക്കും. ആരാ? സിസിർ കുമാർ ഘോഷാണ് ഇന്ത്യൻ ലീഗിന്റെ സ്ഥാപകൻ. ഈ ശിശിർ കുമാർ ഘോഷിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ ഉണ്ട്, അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേരാണ് അമൃത ബസാർ പത്രിക കേട്ടോ. അമൃത ബസാർ പത്രിക ചോദിക്കും. ആരുടെ ന്യൂസ് പേപ്പറാണ് അമൃത ബസാർ പത്രിക എന്ന് ചോദിച്ചാൽ, അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത് സിസിർ കുമാർ ഘോഷ് പബ്ലിഷ് ചെയ്ത ഒരു പത്രമാണ്. ഇത് അമൃത ബസാർ പത്രിക എന്ന് പറഞ്ഞത്. ഏത് വർഷം? 1875 ഈ പത്രം രൂപീകരിച്ചത് കേട്ടോ. ദെൻ ആരാണ് അദ്ദേഹം രൂപീകരിച്ച സംഘടനയുടെ പേരെന്താ? ഇന്ത്യൻ ലീഗ്. ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ലീഗ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സിസിർ കുമാർ ഘോഷ്. ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ഏത് വർഷം? 1866 ലണ്ടനിൽ, അത് നോട്ട് ചെയ്യണം കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എവിടെയാണ്? ലണ്ടനിൽ. 1866 ലണ്ടനിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഫൗണ്ടർ നമ്മുടെ ദാദാബായി നവറോജി, നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അല്ലേ. ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജി 1866 രൂപീകരിച്ച ഒരു സംഘടനയാണ്. അതും എവിടെ? ലണ്ടനിൽ രൂപീകരിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ. നമ്മുടെ 1876, അതായത് നമ്മുടെ ഇന്ത്യൻ ലീഗിന്റെ അടുത്ത വർഷം 75, ഇന്ത്യൻ ലീഗ് 76 ഇന്ത്യൻ അസോസിയേഷൻ നമ്മുടെ ബംഗാളിൽ, അത് കൽക്കട്ടയിൽ ആരാ രൂപീകരിച്ചത്? ഇപ്പൊ ഈ ഇടയ്ക്ക് MDS എക്സാമിന് ചോദിച്ചതാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2024 MDS ചോദിച്ചത്. ഇന്ത്യൻ അസോസിയേഷന്റെ ഫൗണ്ടർ ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ആരാടാ? സുരേന്ദ്രനാഥ് ബാനർജി. നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ അസോസിയേഷന്റെ ഫൗണ്ടർ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഏത് വർഷം? 1876 രൂപീകരിച്ചത് കേട്ടോ. ഇവിടെ കൽക്കട്ടയിൽ. ദെൻ
ദ ലാസ്റ്റ് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851. അതും കൽക്കട്ടയിൽ തന്നെയാണ്. കൽക്കട്ടയിൽ ഫൗണ്ടറിന്റെ പേരാണ് ദേബേന്ദ്രനാഥ് ടാഗോർ. നമ്മുടെ ദേബേന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ? രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനായ ദേബേന്ദ്രനാഥ് ടാഗോറും പിന്നെ ഒരാൾ കൂടിയാണ് കേട്ടോ, ഈ ബ്രിട്ടീഷ് അസോസിയേഷൻ ആദ്യത്തെ പ്രസിഡന്റായ രാധാകാന്ത് കേട്ടാ, രണ്ടുപേര് കേട്ടാ. ദേബേന്ദ്രനാഥ് ടാഗോറും രാധാകാന്തും ചേർന്ന് 1851 കൽക്കട്ടയിൽ രൂപീകരിച്ച സംഘടനയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ ആദ്യം നോക്കിയാണ് 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അടുത്ത് 1866 ബ്രിട്ടീഷ് മാറ്റി ഈസ്റ്റ് ഇട്ട് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ദെൻ 76 ഈസ്റ്റ് എടുത്ത് മാറ്റിയതാ ഇന്ത്യൻ അസോസിയേഷൻ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ. അത് ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ അത് മൂന്നും പഠിക്കാം കേട്ടോ. എത്ര? 51, 66, 76. അതിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇന്ത്യയിലല്ല, ലണ്ടനിൽ ആരാ രൂപീകരിച്ചത്? ദാദാബായി നെഹ്റുജി രൂപീകരിച്ച സംഘടനയാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോഴൊക്കെ എക്സാമിന് ഓപ്ഷനിൽ നിന്നായിരിക്കും അടുത്ത വർഷം ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഹോൾട്ട് മെക്കൻസി ആൻഡ് റോബർട്ട് മെർട്ടിൻസ് ബേർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ്. നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോൾട്ട് മെക്കൻസി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സംവിധാനം. യെസ്, ഏതാടാ? യെസ്, ഓപ്ഷൻ സി, മഹൽവാരി സിസ്റ്റം അല്ലേ. അതായത് ഇന്ത്യയിൽ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്നും പറയുന്നത്. ഇതിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇന്ത്യയിൽ രൂപീകരിച്ച വർഷം 1893 കേട്ടോ. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ആര് കൊണ്ടുവന്നത്? നമ്മുടെ ബംഗാളിന്റെ ഗവർണർ ജനറലായ കോൺവാലിസ് പ്രഭു കേട്ടോ. ബംഗാളിന്റെ ഗവർണർ ജനറലായ കോൺവാലിസ് പ്രഭു 1793 കൊണ്ടുവന്നതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത്. എവിടെയെന്ന് അറിയാമോ? ബംഗാൾ റീജിയനിൽ കേട്ടോ. ബംഗാൾ റീജിയനിൽ കോൺവാലിസ് പ്രഭു 1793 കൊണ്ടുവന്നതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഈ റൈറ്റ് വാരി സിസ്റ്റം നമ്മുടെ സെയിം സംവിധാനം തന്നെയാണ് 1820 മദ്രാസ് റീജിയനിൽ. ഏത് റീജിയനിൽ? നേരത്തെ നമ്മൾ കണ്ട പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എവിടെയാ? ബംഗാൾ ആണെങ്കിൽ ഇത് മദ്രാസിലാണ്. മദ്രാസ് റീജിയനിൽ കൊണ്ടുവന്നതാണ് റൈറ്റ് വാരി സിസ്റ്റം. അത് അന്നത്തെ മദ്രാസ് ഗവർണറായ തോമസ് മുൺട്രോയാണ് കൊണ്ടുവന്നത്. ആരാണ്? തോമസ് മുൺട്രോ. ഏത് വർഷം? 1820 എവിടെ? മദ്രാസിൽ കൊണ്ടുവന്നു. ദെൻ മഹൽവാരി എന്ന് പറയുന്നത് ഇവരാണ്, ഹോൾട്ട് മെക്കൻസി ഇവരും കൂടെ എവിടെ നിന്നറിയാം കൊണ്ടുവന്നത്? ഇവർ കൊണ്ടുവന്നത് നമ്മുടെ യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നോർത്ത് ഇന്ത്യ ആണ്. അതായത് ഏത്? പഞ്ചാബ്, UP ഈ മേഖലയിലായിരുന്നു. ഈ മേഖലയിൽ ഇത് അറിയപ്പെട്ട പേരാണ് മഹൽവാരി സിസ്റ്റം എന്ന പേരിൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എവിടുത്തെ പേര്? ബംഗാളിലെ പേര് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. റൈറ്റ് വാരി സിസ്റ്റം അടുത്ത പേര് മദ്രാസിലെ പേര് റൈറ്റ് വാരി സിസ്റ്റം. അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിൽ എന്ത് പേര്? മഹൽവാരി സിസ്റ്റം എന്ന പേരിൽ ഇവിടെ യുണൈറ്റഡ് പ്രൊവിൻസിൽ അറിയപ്പെട്ടു. ഇത് വേറെ ഒന്നുമില്ല. അതായത് ഈ റീജിയന്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് പറയുകയാണെങ്കിൽ അത് ബംഗാളിലല്ലേ നടപ്പിലായത്. അതായത് ബംഗാളിന്റെ പ്രദേശത്തെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്തു. ഓരോ പാർട്ടിലും ഓരോ ലാൻഡ് ഗവർണർമാർ അവരെന്ത് ചെയ്യും? നിയമിച്ചതിന് ശേഷം ആ ഗവർണർമാർ അവിടെ നിന്ന് എന്ത് പിരിക്കും? ടാക്സ് പിരിച്ച് ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും. അതാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് കൊടുക്കും. അതാണ് എന്ത് ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ഇത് 3 വർഷങ്ങളിൽ 3 പേരിലാണ് അറിയപ്പെട്ടത്. ഇത് ഫസ്റ്റ് വന്നത് ബംഗാളിലായിരുന്നു. അന്നത്തെ ബംഗാൾ ഗവർണർ ജനറലായ കോൺവാലിസ് കൊണ്ടുവന്നു. ഏത് വർഷം? 1893 കേട്ടോ. അത് കഴിഞ്ഞാണ് 1820 മദ്രാസിൽ കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? ആര്? അന്നത്തെ മദ്രാസ് ഗവർണറായ തോമസ് മുൺട്രോ. പേരെന്താ? റൈറ്റ് വാരി സിസ്റ്റം. അത് കഴിഞ്ഞ് 1822 മഹൽവാരി സിസ്റ്റം പറഞ്ഞത് എവിടെയാ? യുണൈറ്റഡ് പ്രൊവിൻസിലാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലായത്. അത് കൊണ്ടുവന്ന ആരാ? ഹോൾട്ട് മെക്കൻസി പ്രഭു ആയിരുന്നു. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം,
ഇൻ വിച്ച് ഇയർ വാസ് ദ 9th ഗുരു ഓഫ് സിഖ് ഗുരു തേജ് ബഹദൂർ എക്സിക്യൂട്ടഡ് ബൈ ഔറംഗസീബ്? അതായത് നമ്മുടെ സിഖ് ഗുരുക്കന്മാർ അല്ലെ, സിഖ് ഗുരുക്കന്മാർ നമുക്കറിയാം 10 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ആളാരായിരുന്നു? നമ്മുടെ സിഖ് മതത്തിന്റെ സ്ഥാപകൻ ഗുരു നാനാക്ക്, അദ്ദേഹമാണ് ഫൗണ്ടർ അല്ലേ. ദെൻ 10ാമത്തെ ഗുരു ആരാ? ഗുരു ഗോബിന്ദ് സിംഗ്, ഇതാണ് 10, അത് ലാസ്റ്റ് ഗുരു അല്ലേ. പിന്നെ ഇതിൽ 2 ഗുരുക്കന്മാരാണ് കൊല്ലപ്പെട്ടത് അല്ലേ. കൊല്ലപ്പെട്ടത് ആരൊക്കെയാ? ഒന്ന് 5ാമത്തെ ഗുരു ആര്? ഗുരു അർജൻ ദേവ് അല്ലേ, നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കെട്ടിയ അർജൻ ദേവ്. എത്രാമത്തെയാ? 5ാമത്തെ ഗുരു അല്ലേ. പുള്ളിയെ 1606 അന്നത്തെ മുഗൾ റൂളറായ ജഹാംഗീർ കൊന്നു അല്ലേ. ജഹാംഗീർ കൊന്നത് ആരെയാ? 5ാമത്തെ സിഖ് ഗുരുവായ അർജൻ ദേവ്. പിന്നെ കൊല്ലപ്പെട്ടത് നമ്മുടെ 9ാമത്തെ ഗുരു ആയിരുന്നു അല്ലേ. 9ാമത്തെ ഗുരുവിന്റെ പേരെന്താ? ഗുരു തേജ് ബഹദൂർ എന്ന് പറയും അല്ലേ. തേജ് ബഹദൂറിനെ കൊന്നത് ആരാ? ഔറംഗസീബ. 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഒന്ന് ജഹാംഗീർ കൊന്ന, മുഗൾ എംപററായ ജഹാംഗീർ കൊന്ന 5ാമത്തെ ഗുരു അർജൻ ദേവും, 2ാമത്തത് 9ാമത്തെ സിഖ് ഗുരുവായ ആര്? ഗുരു തേജ് ബഹദൂർ. തേജ് ബഹദൂറിനെ കൊന്നത് ആരാ? ഔറംഗസീബ്. അത് ഏത് വർഷം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, ഔറംഗസീബ് തേജ് ബഹദൂറിനെ കൊന്ന വർഷം 1675 1675 ഔറംഗസീബ് ആരെ കൊന്നത്? ഗുരു തേജ് ബഹദൂറിനെ കൊന്നത് 1675. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ മറ്റൊന്ന് നോക്കി വെച്ചോ. അർജൻ ദേവിനെ കൊന്ന മുഗൾ എംപറർ ആരാ? ജഹാംഗീർ. അതേ വർഷം 1906. ഓക്കെ, ഞാൻ അടുത്ത ദിവസത്തോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഷ്യൻസ് ഡീപ്പസ്റ്റ് പോയിന്റ് ഈസ് ജാവ ട്രെഞ്ച്? ഏത് ഓഷ്യനിൽ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് ജാവ ട്രെഞ്ച് എന്ന് പറയുന്നത്? സോ നമ്മുടെ ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗർത്തമാണ്. നമ്മുടെ ഗർത്തം ഈ കടലിലുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഇത് സീ ലെവലാണെങ്കിൽ ഇത് നമ്മുടെ കടലിൻ്റെ അടുത്തിട്ടാണെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഇത് ഇങ്ങനത്തെ ഒരു ഗർത്തം കാണും. ഇങ്ങനത്തെ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രെഞ്ച് എന്ന് പറയും. സോ ഏത് ഓഷനിലെ ട്രെഞ്ചാണ് ഈ ജാവ ട്രെഞ്ച് എന്നറിയോ? ജാവ ട്രെഞ്ച് അഥവാ ഇതിന് വേറൊരു പേരുണ്ട്. ജാവ ട്രെഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് സുണ്ട ട്രെഞ്ച് എന്നും പറയും. ജാവ ട്രെഞ്ച് ഈസ് ഓൾസോ നോൺ ആസ് സുണ്ട. ഇതെവിടുത്തെ അറിയോ? ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലെ കേട്ടോ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് ഏത്? ഈ സുണ്ട ട്രെഞ്ച് അഥവാ ജാവ ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെഞ്ചാണ് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ച് എന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ചിന്റെ പേര് നമ്മുടെ മരിയാന ട്രെഞ്ചാണ്. മരിയാന ട്രെഞ്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ച്. നമ്മുടെ എവിടെയെന്നറിയോ? പസഫിക് ഓഷനിലാണ് കേട്ടോ. മരിയാന ട്രെഞ്ച് എവിടെ പറഞ്ഞാൽ പസഫിക് ഓഷനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ചായ മരിയാന ട്രെഞ്ച് വരച്ചു. അടുത്ത എക്സാം ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും, മരിയാന ട്രെഞ്ച് ഏത് ഓഷൻ അല്ലെങ്കിൽ പസഫിക് ഓഷനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ട്രെഞ്ച് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മരിയാന ട്രെഞ്ചാണ്. മരിയാന ട്രെഞ്ച് ഏറ്റവും അടുത്തിട്ട് അതിൻ്റെ പേരാണ് ചലഞ്ചർ ഡീപ്പ് എന്ന് നമ്മൾ പറയും. ചലഞ്ചർ ഡീപ്പ് കേട്ടോ. ഈ ട്രെഞ്ചിന്റെ ഏറ്റവും അടുത്തിട്ട് പോയിന്റ് ആണ് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയും. ചലഞ്ചർ ഡീപ്പ് എവിടെയും ചോദിക്കും, എവിടെയാണ്? നമ്മുടെ പസഫിക് ഓഷനിലെ ഏത് ട്രെഞ്ചിലാണ്? മരിയാന ട്രെഞ്ചിന്റെ ഏറ്റവും ലാസ്റ്റ് ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ച്. ഇനി നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ട്രെഞ്ചാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിലെ പെർട്ടോ റിക്കോ ട്രെഞ്ച്. അതും ചോദിക്കുന്ന ചോദ്യം കേട്ടോ. എവിടെയാണ് പെർട്ടോ റിക്കോ ട്രെഞ്ച് എന്ന് ചോദിക്കും കേട്ടോ. PUERTO പെർട്ടോ റിക്കോ ട്രെഞ്ച് എവിടത്തെ ചോദിച്ചാൽ അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും വലിയ ട്രെഞ്ചാണ് ഏത്? പെർട്ടോ റിക്കോ ട്രെഞ്ച് എന്ന് പറയുന്നത്. എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും വലിയ ട്രെഞ്ചാണ് കേട്ടോ. പസഫിക് ഓഷനിലെ ഏറ്റവും ട്രെഞ്ച് മരീന ട്രെഞ്ചും, അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ട്രെഞ്ച് ഏതാണ്? പെർട്ടോ റിക്കോ ട്രെഞ്ചും. അതുപോലെ ഇന്ത്യൻ ഓഷനിലാണെങ്കിൽ ആരാ? ജാവ ട്രെഞ്ചാണ് ഏറ്റവും വലിയ. ജാവയുടെ മറ്റൊരു പേരാണ് എന്ത്? സുണ്ട ട്രെഞ്ച് എന്ന് പറയും. ജാവ ട്രെഞ്ച് അഥവാ സുണ്ട ട്രെഞ്ച് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹു ഈസ് ദി ഓതർ ഓഫ് ബുക്ക് മൈ കൺട്രി മൈ ലൈഫ്? ആരുടെ ബുക്കാണ് മൈ കൺട്രി മൈ ലൈഫ്? വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വളരെ ഫേമസ് ആയ LK അദ്വാനി സാർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബുക്കാണ് ദ മൈ കൺട്രി മൈ ലൈഫ് എന്ന് പറയുന്നത്. ആരുടെ ബുക്കാണ്? LK അദ്വാനി സാറിൻ്റെ ബുക്കാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന് പറയുന്ന ബുക്ക്. ഇതിൽ നമ്മുടെ
പ്രണബ് മുഖർജിയുടെ ബുക്കുകൾ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു പ്രണബ് മുഖർജി, ഒരുപാട് എക്സാമിന് നമ്മുടെ ഈ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റുമാരെയൊക്കെ ബുക്കുകൾ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. അതിൽ നമ്മുടെ പ്രണബ് മുഖർജി, ഇന്ത്യൻ പ്രസിഡന്റായ പ്രണബ് മുഖർജി സാർ എഴുതിയ ബുക്കുകളാണ് ദ കൊയാലേഷൻ ഇയേഴ്സ്, ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്, ഇതൊക്കെ ആരുടെ ബുക്കാണ്? നമ്മുടെ പ്രണബ് മുഖർജി സാറിന്റെ ബുക്കാണ്. കൊയാലേഷൻ ഇയേഴ്സ്, ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ മൻമോഹൻ സാർ, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സാർ എഴുതിയ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ. അതൊരു നോട്ട് ചെയ്ത ബുക്ക് കേട്ടോ, ചോദിക്കും കേട്ടോ. മൻമോഹൻ സാറിന്റെ ബുക്ക് ചോദിക്കും. ഏതാണ്? ചേഞ്ചിങ് ഇന്ത്യ. ചേഞ്ചിങ് ഇന്ത്യ ആരുടെ ബുക്കെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സാർ എഴുതിയ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മറ്റൊരാളാണ് PV നരസിംഹറാവു സാർ. അപ്പോൾ സാർ എഴുതിയ ഒരു ബുക്കാണ് ദ ഇൻസൈഡർ എന്ന ബുക്ക്. ദ ഇൻസൈഡർ ചോദിക്കും കേട്ടോ. ഇൻസൈഡർ ഏത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ബുക്കാണ്? PV നരസിംഹറാവു കേട്ടോ. PV നരസിംഹറാവു എഴുതിയ ബുക്കാണ് ദ ഇൻസൈഡർ. അപ്പോൾ ചേഞ്ചിങ് ഇന്ത്യ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. മൻമോഹൻ സാർ എഴുതിയ ബുക്കാണ് ഏത്? ദ ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് കേട്ടോ. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി സാറിന്റെ ബുക്കുകളാണ് ദ കൊയാലേഷൻ ഇയേഴ്സും ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്ന ബുക്കുകൾ. അതുപോലെ ദ മൈ കൺട്രി മൈ ലൈഫ്, ഈ ഇടയ്ക്ക് ഈ വർഷം ഒരു എക്സാമിന് ചോദിച്ച ബുക്കാണ് കേട്ടോ. LK അദ്വാനി സാറിന്റെ ബുക്കാണ് ദ മൈ കൺട്രി മൈ ലൈഫ് എന്ന് പറയുന്ന ബുക്ക്. then നമുക്ക് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അവസാനത്തെ ചോദ്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹു among the following founded the newspaper സംവാദ് കൗമുദി? ആരുടെ പത്രമാണ് സംവാദ് കൗമുദി? ആരുടെ? നമ്മുടെ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ഒരു ബംഗാളി വീക്കിലി. രാജാറാം മോഹൻ ഒരു ബംഗാളി വീക്കിലിയാണ് ഇത് ഈ സംവാദ് കൗമുദി എന്ന് പറയുന്ന ബുക്ക്. ആരുടെ ബുക്ക്? ബുക്കല്ല, ന്യൂസ് പേപ്പർ. ആരുടെ ന്യൂസ് പേപ്പറാണ്? രാജാറാം മോഹൻ റോയ്. അതുപോലെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പെർഷ്യൻ ന്യൂസ് പേപ്പർ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് മിററ്റ് ഉൽ അക്ബർ എന്ന് പറയും കേട്ടോ. നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെ ആരംഭിച്ച ഒരു പെർഷ്യൻ പത്രം, ഒരു പെർഷ്യൻ പത്രമാണ് ഇത് മിററ്റ് ഉൽ അക്ബർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ കേട്ടോ. ചോദിക്കും ആരാണ് മിററ്റ് ഉൽ അക്ബർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ അതും എന്ത് ലാംഗ്വേജിലുള്ള ഒരു പെർഷ്യൻ ലാംഗ്വേജിലെ ന്യൂസ് പേപ്പറാണ് ഇത് മിററ്റ് ഉൽ അക്ബർ എന്ന് പറയുന്നത്. ആര് തന്നെ പുറത്തിറക്കിയതാ? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇനി നമുക്ക് അതിലെ ഒരു പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്? ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ ഏതാണ്? ഇതിപ്പോൾ ഏതാണ്? മഹാബലേശ്വർ. എവിടെയാണ് മഹാബലേശ്വർ എന്നറിയോ? മഹാബലേശ്വർ നമ്മുടെ കൃഷ്ണയുടെ ഉത്ഭവ സ്ഥലമല്ലേ? അതെവിടെയാ? മഹാരാഷ്ട്രയിലാണ് അല്ലേ? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ അല്ലെ? ദ ഒറിജിൻ സോഴ്സ് ഓഫ് ഏത്? കൃഷ്ണ റിവർ, കൃഷ്ണ നദിയുടെ ഉത്ഭവ സ്ഥലം മഹാബലേശ്വർ, മഹാരാഷ്ട്ര. അതുപോലെ ആനമലയൊക്കെ എവിടെയാ? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ആണ് അല്ലേ? ഏത്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ എന്തായാലും ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആരാ? ഈസ്റ്റേൺ ഗട്ട്സ് ആണ്, ഈസ്റ്റേൺ ഗട്ട്സിലാണ്. സോ ആനമലയല്ല. ദെൻ പാൽക്കൊണ്ട. യെസ്, പാൽക്കൊണ്ട നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിൽ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ഹിൽസാണ് ഏത്? പാൽക്കൊണ്ട എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിലെ മൗണ്ടൻസും ഹിൽസിനെയും പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സോ നമുക്ക് അതിൽ കാണാം പ്രധാനപ്പെട്ട ഹിൽസും മൗണ്ടൻസും ഒക്കെ ഇന്ത്യയിൽ ആരാണ്. സോ ഈസ്റ്റേൺ ഗട്ട്സിൽ ആന്ധ്രാപ്രദേശിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് ഏത്? പാൽക്കൊണ്ട എന്ന് പറയും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി പാൽക്കൊണ്ട. പിന്നെ ഓപ്ഷൻ ഡി നീൽഗിരി. നീൽഗിരി നമുക്കറിയാം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെയും ഈസ്റ്റേൺ ഗട്ട്സിന്റെയും മീറ്റിംഗ് പ്ലേസ് ആണ് അല്ലേ? വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും ഒരുമിക്കുന്ന സ്ഥലമാണ്. അതും തമിഴ്നാട്ടിലാണ്, ആന്ധ്രയിലല്ല. തമിഴ്നാട്ടിൽ വെച്ചാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും ഒരുമിക്കുന്നത്. എവിടെ വെച്ചാ? നീലഗിരിയിൽ വെച്ചാ അല്ലേ? അപ്പൊ നീലഗിരി വരുന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. ആനമല എവിടെയാ? വെസ്റ്റേൺ ഗട്ട്സിലാണ് അല്ലേ? മഹാബലേശ്വർ മഹാരാഷ്ട്ര. ആന്ധ്രാപ്രദേശിലാണ്. ഈസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഹിൽ സ്റ്റേഷനാണ് ആര്? പാൽക്കൊണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ദ ലാസ്റ്റ് ചോദ്യം. നമ്മുടെ ഈ സെഷന്റെ അവസാനത്തെ ചോദ്യമാണ്. Who among the following was the first musician ever to be awarded the ഭാരത് രത്ന? ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണ്? സോ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ MS സുബ്ബലക്ഷ്മിക്കാണ് 1998
ആദ്യമായിട്ട് മ്യൂസിഷ്യനിൽ നിന്നും എന്ത് ലഭിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ഭാരതരത്ന ലഭിച്ചത്. ഇവിടെ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മി, ദ ക്യൂൻ ഓഫ് കർണാട്ടിക് സംഗീതം അല്ലെ, കർണാട്ടിക് മ്യൂസിക്കിന്റെ ദ ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ചോദിക്കും, ആരാണ് കന്നഡ സംഗീതത്തിന്റെ ക്യൂൻ എന്നറിയപ്പെടുന്നത്? MS സുബ്ബലക്ഷ്മി. കന്നഡ സംഗീതത്തിന്റെ ക്യൂൻ എന്നറിയപ്പെടുന്ന MS സുബ്ബലക്ഷ്മിയാണ് 1998 ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ലഭിച്ചത്? ഭാരതരത്ന ലഭിച്ചത്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഈ 4 പേരുടെയും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ. ഇവർക്ക് 4 പേർക്കും ഭാരതരത്ന കിട്ടിയ വർഷമുണ്ട്. 4 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൽ 1999, അത് അടുത്ത വർഷം 1999 നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ സിത്താർ പ്ലേയിസ്റ്റ് അല്ലേ, നമ്മുടെ സിത്താർ പ്ലേയിസ്റ്റ് ആയ പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്നം ലഭിച്ചത് MS സുബ്ബലക്ഷ്മി കിട്ടിയതിൻ്റെ അടുത്ത വർഷം 1999 പണ്ഡിറ്റ് രവിശങ്കറിന് എന്ത് ലഭിച്ചത്? ഭാരതരത്ന ലഭിച്ചത്. അതുപോലെ നമ്മുടെ ലതാ മങ്കേഷ്കറിനും ബിസ്മില്ല ഖാനും 2001 എന്ത് ലഭിച്ചു? ഒരുമിച്ചാണ് ഭാരതരത്ന ലഭിച്ചത് കേട്ടോ. നമ്മുടെ ലതാ മങ്കേഷ്കർ അല്ലെ, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ എന്താണ് നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് അല്ലെ, ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ലതാ മങ്കേഷ്കർ അല്ലെ, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. നൈറ്റിംഗേൾ ആരാ? ലതാ മങ്കേഷ്കർ. അതുപോലെ നമ്മുടെ മോസ്റ്റ് ഫേമസ്, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയി ഷെഹനായി, നമ്മുടെ ഷെഹനായി പ്ലേസ്റ്റ് അല്ലെ, ഷെഹനായി വായിക്കുന്ന ബിസ്മില്ല ഖാനും ലതാ മങ്കേഷ്കറിനും ഒരുമിച്ചാണ് ഭാരതരത്ന ലഭിച്ചത്. ഏത് വർഷം? 2001 ഇവർക്ക് 2 പേർക്ക് എന്ത് ലഭിച്ചത്? ഭാരതരത്ന ലഭിച്ചത്. സോ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയ വർഷങ്ങൾ എന്ത് ചെയ്യും? എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ട്രാറ്റജിക്ക് എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 25 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷങ്ങളിലായി SSC GD RPF എക്സാമിന് ചോദിച്ചിട്ടുള്ള മിക്സഡ് ആണ് കേട്ടോ. മിക്സഡ് ആയിട്ട് RPFലും GDക്കും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായി ഇത് ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഈ GDക്കും RPFിൻ്റെ വീഡിയോ കൃത്യമായി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ പോകണം. എന്തായാലും ഉറപ്പാണ് ഈ പാറ്റേണിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. ഈ പറഞ്ഞ എക്സാമിന് ചോദിക്കും ഉറപ്പായിട്ടും. ഈ സീരീസിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഒരു നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്ന സീരീസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ GK സെഷനിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ GD RPF എക്സാമിന് കിട്ടും. അത് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് ഏത് സൈഡിൽ നിന്ന്? GK സൈഡിൽ നിന്ന് കിട്ടാൻ എന്ത് ചെയ്യും? സഹായിക്കും. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റഡായി എന്ത് ചെയ്യാറുണ്ട്? GDക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, മുമ്പുള്ള വർഷങ്ങൾ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 1-2 ഒരു 4-5 ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ സെഷനിൽ നിന്ന് കിട്ടും. അതിപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതിന് മുമ്പേ ഞാൻ NDPSൽ തന്നെ ഹിസ്റ്ററി സ്ട്രാറ്റജിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഈ GD എക്സാമിന് എല്ലാ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് ഏത് GD എന്നല്ല ഏതൊരു SSC എക്സാമിന് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് അത് ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ക്വസ്റ്റ്യൻ GK സൈഡിൽ നിന്ന് ഇവിടെ ചെയ്യാൻ പറ്റും. GD RPF എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ അടുത്തൊരു സെഷനുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരുന്നതാണ്. ആ വീഡിയോ നമുക്ക് വരുന്നതാണ്. ഒരു 3-4 ദിവസത്തിന് അടുത്ത ഒരു സെഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും